എന്തായാലും 100 ഉണ്ട്. 8 മണിക്കൂർ കണക്കാക്കിയാലും 8 മണിക്കൂറിന് എത്രയാ കൂലി എത്രയാ ഇപ്പം? അത് പറയട്ടെ. അതല്ലാണ്ട് അങ്ങോട്ട് വലിയ പിടിക്കണമെങ്കിൽ കുമാരി നിൽക്കുകയല്ലോ. അല്ലാണ്ട് നോക്കട്ടെ. ഞാൻ നാളെ ആഴ്ച ഞാൻ പറഞ്ഞ ആഴ്ചയിൽ 2 മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് 500 കുറച്ചിട്ടാൽ മതി. അടുത്ത മാസം ജനുവരി അത് നമ്മൾ മോളിച്ചുള്ളപ്പോൾ നമ്മൾ 500 കുറച്ച് കിട്ടിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് 500 അത്രേ വരുള്ളൂ. പിന്നെ അവരുടെ തിരിക്കില്ല. എന്തായാലും 2000 രൂപ റേഞ്ചിലല്ലേ വരുന്നത്. ഞാൻ പറഞ്ഞു സ്മിതയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ നനയ്ക്കാൻ വരുന്നുണ്ട് അവിടെ. ഞങ്ങൾ പറഞ്ഞിട്ടാണ് വരുന്നത്. അവളോട് പറയുന്നല്ലോ അമ്മ. അപ്പോൾ ചേച്ചി വരും. ഉണ്ണിച്ചേട്ടനും ആ ചേച്ചിയും വരുന്നത്. പിന്നെ മറ്റേ ചേച്ചി കുമാരി എന്നിട്ട് അന്ന് അമ്മ പണിക്ക് വന്നപ്പോൾ കണ്ടില്ല. ചേച്ചി വന്നിട്ട് അവിടെ നനച്ചിട്ട് വരും. ഇങ്ങനെ ശ്രമിച്ചോളാം. ചേച്ചിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. വേനൽക്കാലം വരുമ്പോൾ നനയ്ക്കുമ്പോൾ 500 രൂപ കറണ്ട് ബില്ല് 200 രൂപ കുറച്ചിട്ടാൽ മതി. കറണ്ട് ബില്ല് അപ്പോൾ കറണ്ട് ബില്ല് എങ്ങനെ ചേച്ചിക്കാൻ വരാൻ അവിടെ ബില്ല് വരും. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇത് വാട്സപ്പിൽ ചെയ്ത് തന്നാൽ മതി. ഞാൻ ഗൂഗിൾ പേ ചെയ്തോളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾ അയച്ചു തന്നാൽ മതി. പറഞ്ഞിട്ടുണ്ട് 500 രൂപ കുറച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 നാളല്ലേ വരുന്നുള്ളൂ ആഴ്ചയിൽ. ഇത് കാണുന്നറിയാലോ നമുക്ക് ഏകദേശം. മറ്റവർക്ക് 2600-700 ആ റേഞ്ചിലാണ് അവർക്ക് വന്നിരുന്നത്. മോളേച്ചിലവർക്ക് അപ്പോൾ മോളേച്ചിലവർക്ക് ഇൻറ്റൻഷനും കോപ്പും എല്ലാം കൂടി ഉപയോഗിച്ചിട്ട് അവർക്ക് അത്ര വന്നിരുന്നത്. അപ്പോൾ 500 രൂപ നമ്മൾ കുറച്ചിടാറ്. ഫ്രിഡ്ജ് ഇപ്പോൾ അവർ കുന്നിട്ടില്ലല്ലോ. അവർക്ക് ഇനിയിപ്പോൾ അടിയോട് പറയാം. നാളെ മറ്റന്നാളെ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് കേട്ടില്ല. അത് പറയാം അജോട്. കാരണം ബിൻസി നാളെ പോവും. അവരോടെയുള്ള ഫ്രിഡ്ജ് കിടക്കണം. അവരുടെ ഫ്രിഡ്ജ് അജി ഇവിടെ കടയിൽ വന്നിട്ടേ അതൊന്നും പറ്റില്ല. അപ്പോൾ അവർ വരുമ്പോൾ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ അവർക്ക് പാടല്ലായിരുന്നാണ്. ഇനിയിപ്പോൾ അവർ പോയില്ല. ഇന്നിപ്പോൾ പോയി. അവരുടെ ആണോന്ന് കൊണ്ടുപോയി. നാളെ വൈകുന്നേരത്തിന് അവരങ്ങോട്ട് പോകും. നാളെ കൂടി കഴിഞ്ഞിട്ട് അജോട് മറ്റന്നേ നാളേക്ക് ഇനി അജിക്ക് എയർപോർട്ടിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ അറിയില്ലല്ലോ. അജിനെ ഞാൻ വിളിക്കാം.